തിരുവമ്പാടി ദേവസ്വത്തിലെ ചില ജീവനക്കാർ ഈ പൂരം അട്ടിമറിക്കാൻ പ്രവർത്തിച്ചു എന്ന രീതിയിലാണ് ആരോപണം വന്നിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിലെ ചില ജീവനക്കാർ മാത്രമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. ഈ റിപ്പോർട്ടിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കെ ഗിരീഷ് കുമാറിൻ്റെ പേര് ഈ ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. കെ ഗിരീഷ് കുമാർ നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. ഗിരീഷ് കുമാർ, പറയൂ. ADGPയുടെ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ തിരുവമ്പാടി സെക്രട്ടറി ആയിട്ടുള്ള ഗിരീഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. അതായത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഈ തിരുവമ്പാടി ഇടപെട്ടാണ് ഈ പൂരം ഇങ്ങനെ കലക്കുന്നതിലേക്ക് നയിച്ചത്, തിരുവമ്പാടിയുടെ ഇടപെടലുകളാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആദ്യ ഈ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആർക്കും എന്തു വേണേ പറയാലോ. അന്ന് അവിടെ നടന്നത് തൃശ്ശൂർ പൂരത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ടറിയാം എന്താണ് ഉണ്ടായത് എന്നുള്ളത്. ഞാൻ പലവട്ടം ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളൊക്കെ വയലേറ്റ് ചെയ്യണു, റോഡുകളെല്ലാം അടച്ചു കെട്ടി. ഇതിനെതിരെ പ്രതികരിക്കണ്ടേ ദേവസ്വം പ്രതിനിധി എന്നുള്ള ലെവലിൽ ഞങ്ങൾ കമ്മിറ്റി മെമ്പർമാർ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഞങ്ങളത് പ്രതികരിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ രാഷ്ട്രീയ താല്പര്യം നോക്കിയിട്ട് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട്. കെ ഗിരീഷ് കുമാർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം, തിരുവമ്പാടി ദേവസ്വത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരുണ്ട്, LDFൻ്റെ എല്ലാ ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ പാർട്ടിയുടെ എല്ലാവരും ഞങ്ങളെ ഏകസ്വരത്തിലാണ് ഈ തീരുമാനം എടുത്തേക്കണേ. അല്ലാണ്ട് അവിടെ ഒരു പ്രത്യേകതരം വിഭാഗീയതയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ട് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത് ആദ്യമേ ഞാൻ കഴിഞ്ഞ 2-3 ചാനലുകൾ ഞാൻ സംസാരിച്ചാണ്. അരിയാഹാരം കഴിക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാം ഇത് അവസാനം ദേവസ്വങ്ങളുടെ മെക്കെട്ട് തന്നെ വരുള്ളൂ. എന്താ വെച്ചാൽ രാഷ്ട്രീയക്കാരും അവരവരെ നിലനിൽപ്പ് വെക്കും, ദേവസ്വങ്ങളെയാണ് അവസാനം ഇത് ബലിയാടാക്കുള്ളൂ എന്ന് പോലീസുകാർക്കും അവരുടെ മേഖലകളുണ്ട്. അവർ തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഇത് ഞങ്ങളാ റിപ്പോർട്ട് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിലപ്പുറം ഞങ്ങൾ പോലീസുകാർക്ക് എഴുതി തരാം. അതായത് ഈ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി താങ്കൾ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു? ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയത്തിൻ്റെ ഉന്നതിയിലിരിക്കുന്നവരും എല്ലാം തൃശ്ശൂർ പൂരത്തിന് ഇലക്ഷൻ നടക്കുന്ന സമയത്തും അല്ലാത്ത സമയങ്ങളിലും എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതാണ് തൃശ്ശൂർ പൂരം. പക്ഷേ ഇത്തവണ അത് രാഷ്ട്രീയത്തിൻ്റെ കൂടുതൽ ബന്ധങ്ങളുണ്ടായിരുന്നു. കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്ന കാരണം ആ സമയത്ത് ധാരാളം ആൾക്കാർ, ഇപ്പോൾ കെ മുരളീധരനെ എനിക്ക് ഓരോരുത്തർ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും സെപ്പറേറ്റ് വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടുള്ളത് മന്ത്രി രാജനെയും അതേപോലെ MLA-യും കളക്ടറെയും അതേ അങ്കിത അശോകനെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളൂ. ബാക്കി കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ആരെയും എൻ്റെ കോള് ID എടുത്ത് നോക്കിയാൽ അറിയാം. എൻ്റെ നമ്പറിൽ നിന്ന് ഏതെങ്കിലും എനിക്ക് സുരേഷ് ഗോപിയുടെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരു ആൾ വന്നിട്ട് എനിക്ക് ഫോൺ തരികയാണ്, സുരേഷ് ഗോപി സാർക്ക് ഇങ്ങനെ ഫോൺ കൊടുക്കുന്നുണ്ട്. അതിനെന്താ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ഏറ്റുവാങ്ങാണ്. അപ്പോൾ അവിടെ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഞാൻ സുരേഷ് ഗോപി സാർ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുമ്പോൾ ആ ഫോൺ അപ്പോഴാണ് എടുക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ആ കൊടുത്ത വ്യക്തി പറയുന്നുണ്ട്, ഞാൻ തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാറിന് കൊടുക്കുന്നുണ്ട് ഫോണ്, ഇങ്ങനെ ഇവിടെ പൂരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് സംസാരിക്കാനാന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ട്. സുനിൽ കുമാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, കെ മുരളീധരൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, രാജൻ മന്ത്രിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കളക്ടറെ വിളിച്ചു, അവർ വന്നില്ല. അതേപോലെ അങ്കിത അശോകനെ വിളിച്ചു, അവരും വന്നില്ല. ഞങ്ങൾ എന്താ പറയുക, എല്ലാ കമ്മിറ്റി മെമ്പർമാരും അന്ന് പൂരപ്രേമികളായിട്ടുള്ള എല്ലാ ആൾക്കാരും ഞങ്ങൾ പന്തലിൻ്റെ നമ്മുടെ നടുവിലാൽ പന്തലിൻ്റെ കീഴിൽ നിൽക്കുകയാണ് ഈ സമയം മുഴുവനും. ആ ഭാഗത്തേക്ക് ഇവരാരും വന്നില്ല. വരാമെന്ന് പറഞ്ഞ് കാത്തു നിന്നു, വന്നില്ല. അതുകൊണ്ട് അതിൻ്റെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ദേവസ്വം ഓഫീസിലേക്ക് വരികയും അവിടെ വെച്ച് ആ തീരുമാനമെടുത്ത് ഞങ്ങൾ പിരിയുകയാണ് ഉണ്ടായത്. ഈ പോലീസിൻ്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുള്ള ഒരു നടപടി മാത്രം, അതും കൂടിയാലോചനകളോടുകൂടി എല്ലാവരും എടുത്ത തീരുമാനം അതാണ്. തീർച്ചയായിട്ടും എല്ലാവരും കൂടി എടുത്ത തീരുമാനം. ആ സമയത്താണ് ഞങ്ങൾ കൂടി നിൽക്കുന്ന സമയത്താണ് അവിടെ ലാത്തി വീശിയത്. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർമാർക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ കുത്തുകൾക്ക് പിടിക്കുന്ന ഞങ്ങളുടെ വാരക്കും ഒക്കെ അടി കൊണ്ടത്. ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായി ഞങ്ങളുടെ പോലീസിൽ നമ്മളെ മൊഴിയിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തോ പറയുക. ഇനിയിപ്പോൾ തിരുവമ്പാടിയാണ് ഇതിന് കുറ്റക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇപ്പോൾ അതിന് ചോദിക്കാനില്ലല്ലോ.
അത് ചാഞ്ഞു കിടക്കുന്ന എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, ഇത് ദേവസ്വത്തിൽ ഞങ്ങൾ തുടക്കം മുതലേ ഇത് പ്രതീക്ഷിച്ചിരുന്നു, ഇത് നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് വരിക എന്നുള്ളത് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത് ഞങ്ങൾ ഇനി അടുത്തൊരു പൂരം വരുമ്പോൾ ഇതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. ഇത് പൂരപ്രേമികളും ഇവിടുത്തെ തട്ടക നിവാസികളും എല്ലാം തീരുമാനിക്കും ഇനി എങ്ങനെ പൂരം നടത്തണം എന്നുള്ളത്. അപ്പോൾ കാണാം ഈ പോണ പൂരം ഈ രാഷ്ട്രീയം കളിച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആരാണോ അവരെ നിലയ്ക്ക് നിർത്തുന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ കാണിച്ചു കൊടുക്കും. ഇത് തന്നെയാണ് ADGPയുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങളെ സംബന്ധിച്ച് തിരുവമ്പാടിയുടെ പ്രതികരണം ഇത്തരത്തിലാണ്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാറാണ് സംസാരിച്ചത്. താങ്ക് യു ഗിരീഷ് കുമാർ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ പൂരം നിർത്താനുള്ള തീരുമാനം കൂട്ടായി എടുത്ത തീരുമാനമാണ്. റിപ്പോർട്ടിൽ എന്നാൽ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാറിൻ്റെ പേരെടുത്ത് ADGP പറഞ്ഞിരിക്കുന്നു. ഈ പൂരം കലക്കുന്നതിൽ ഇടപെടലുണ്ടായി എന്ന രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, പൂർണ്ണമായിട്ടും ഈ റിപ്പോർട്ടിലെ പരാമർശം K. ഗിരീഷ് കുമാർ തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? തീർച്ചയായും ഈ പരാമർശം തീർത്തും തള്ളുകയാണ് തിരുവമ്പാടി ദേവസ്വം. ഒരു തരത്തിലുള്ള ഇടപെടലും, അതായത് പൂരം ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പൂരം നിർത്തി തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വം ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പറയുന്നത് അതിൽ BJP ഉണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, CPMന്റെ പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉൾപ്പെടുന്നതാണ് തിരുവമ്പാടിയുടെ ദേവസ്വം. ആ തിരുവമ്പാടിയുടെ ദേവസ്വം കൂട്ടായി എടുത്ത തീരുമാനമായിരുന്നു ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പൂരം നിർത്തിവെക്കുക എന്നുള്ളത്. അത് പ്രധാനമായും MG റോഡിലേക്ക് മടത്തിൽ വരവ് വരുന്ന സമയത്താണ് വലിയ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ അടക്കമുള്ള ആളുകളെ തടഞ്ഞത്. പിന്നീട് ആനയെയും മേളക്കാരെയും കടത്തിവിട്ടു. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന ദേവസ്വത്തിന്റെയും ദേശത്തിന്റെയും ആളുകളെ കടത്തിവിടാൻ പോലീസ് തയ്യാറായില്ല. അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ഇവർക്കെതിരെ പോലും പോലീസ് കയ്യേറ്റം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ രീതിയിൽ ഹൃദയവേദന അനുഭവപ്പെട്ടു. ഇതോടുകൂടി കൂട്ടായ തീരുമാനം എടുത്തുകൊണ്ടാണ് പൂരമായി സഹകരിക്കേണ്ട, അത് ചടങ്ങ് മാത്രമാക്കി തീർക്കാൻ തീരുമാനിക്കുന്ന, അങ്ങനെയാണ് ഒരു ആനപ്പുറത്ത് മാത്രമായുള്ള എഴുന്നള്ളിപ്പ് പ്രകാരം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പന്തലിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നു. അതെല്ലാം ഒരു പ്രതിഷേധ സൂചകമായി കൂട്ടായി എടുത്ത തീരുമാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരമെങ്കിൽ K. ഗിരീഷ് കുമാറിന്റെ അടക്കം പേരുകൾ എടുത്തു പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഗിരീഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് തന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ഇടപെടലും ഉണ്ടായിട്ടില്ല. അന്നത്തെ NDA സ്ഥാനാർത്ഥിയെ താൻ നേരിട്ട് തന്റെ ഫോണിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടില്ല. അന്ന് VS സുനിൽകുമാറിനെയും K. മുരളീധരനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയെയും എല്ലാം അവിടെ ഉണ്ടായിരുന്ന പല ആളുകൾ പല ഫോണുകളിൽ നിന്ന് തനിക്ക് ബന്ധപ്പെടുത്തി തന്നിരുന്നു. അവരോടെല്ലാവരോടും ഒരുപോലെ എന്താണ് നടന്നത് എന്ന് താൻ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. സുരേഷ് ഗോപിയെ മറ്റൊരാൾ ഫോണിൽ വിളിച്ച് തനിക്ക് തരുന്നു. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ ഫോൺ കൈമാറുന്ന സമയത്ത് ഈ സുരേഷ് ഗോപിക്ക് മറുതലക്കലിൽ ഫോൺ കൈമാറുന്ന ആൾ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. K. സുരേഷ് കുമാറാണ്, K. ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതും കേട്ടു എന്നുള്ളതാണ് പറയുന്നത്. നേരിട്ട് പോലും സുരേഷ് ഗോപിയുമായി ബന്ധമില്ലാത്ത ആളാണ് താൻ. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ തന്റെ പേര് അനാവശ്യമായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഗിരീഷ് കുമാർ പറയുന്നത്. നേരത്തെയും, അതായത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടൽ നേരത്തെയും ആരോപിക്കപ്പെട്ടതാണ്. ആ സമയത്തെല്ലാം തന്നെ ഈ രാഷ്ട്രീയ ഇടപെടലിൽ നിന്ന് വഴുതി മാറുന്നതിന് വേണ്ടി തങ്ങളുടെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കും എന്ന് ആദ്യമേ ദേവസ്വങ്ങൾ കരുതിയതാണ്. എന്താണോ ദേവസ്വങ്ങൾ കരുതിയത് അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ടെലിഫോണിൽ ചേർന്ന്. രാജേഷ് കുമാർ എന്ന ഒരാളുടെ യൂട്യൂബ് സന്ദേശം, അദ്ദേഹം പറയും, സ്കെയിൻ തെറ്റ് ചെയ്തവർ ഒരിക്കലും സ്വയം സമ്മതിക്കില്ല, വെളുപ്പിക്കാൻ ഇത്തരക്കാരെ കൊണ്ടുവരില്ലേ, മതവികാരത്തെ മുൻനിർത്തി കളിച്ചതാണ്, ഇന്നല്ല ഇവനല്ല, ഇനി ഞങ്ങൾ തൃശ്ശൂർക്കാർ തീരുമാനിക്കും പൂരം എങ്ങനെ നടത്തണമെന്ന്.